പൈസ നെയ്യേ പൈസ देखिए ഹോങ്കോങ്ങിൽ മാത്രം പ്രിന്റ് ചെയ്ത അതിമനോഹരമായ ഗ്ലാസ് ആണിത്. ഇത്തരമുള്ള പ്രശ്നങ്ങൾ കോഴിക്കോട്ടുകാർ വിവരമില്ല എന്നുള്ള മനസ്സിലാക്കിക്കോളി. വിചാരിച്ച ആളെക്കൂട്ടൽ പരിചയപ്പെടലായി പോയി. ഈയിടെയായിട്ട് നമ്മള് മെയിൻ വീഡിയോ ഉണ്ടാക്കല് വളരെ കുറവാട്ടോ. അതുകൊണ്ട് തന്നെ വൈഫായാലും ഫ്രണ്ട്സ് ആയാലും എവിടെ ചെല്ലുകയാണെന്നുണ്ടെങ്കിലും വീഡിയോ എന്താല്ലാത്ത എന്നുള്ളതിന്റെ കാര്യത്തിൽ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഈ വീഡിയോ എടുക്കുമ്പോഴാണ് ഞാൻ നല്ല എൻജോയ് ചെയ്യുന്നത്. പക്ഷെ എഡിറ്റ് ചെയ്യാൻ ഇത്തിരി ടൈമിന്റെ പ്രശ്നം ഉണ്ടെന്നുള്ളൂ. കാരണം നമുക്ക് ബിസിനസ്സൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിൻ്റെതായ തിരക്കുകളും ഉണ്ടാവും. അപ്പൊ നമുക്ക് അധികം അങ്ങോട്ട് കണ്ടിന്യൂ ആവാൻ പറ്റാറില്ല. അത് മാത്രമല്ല, ഡെയിലി നമ്മൾ ഈ പുറത്തു പോയി നമ്മൾ ഓരോ പരിപാടികൾ ചായ പിടിക്കാൻ പോക്കും അതും ഇതും ഫ്രണ്ട്സായിട്ട് ചില്ലയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നാ പിന്നെ ഒന്ന് വീഡിയോ കൂടി എടുത്താൽ അതും കൂടി ആവുമല്ലോ. അതാണ് ഇപ്പൊ ഞാൻ വിചാരിച്ചിട്ടുള്ളത്. കാലിക്കറ്റിലെ വൈകിട്ട് എന്താ പരിപാടി, ഇതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ വരും. മറിയൂല്ലേ കൂടെ? ഇതാ ക്യാമറാമാനോനും മറിയൂ കേട്ടാ. റിയൽ എസ്റ്റേറ്റ് മാഫിയ കിങ്ങിന്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. കാഞ്ചന നിനക്കറിയില്ലേ? കാഞ്ചന ഈ ടോള് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇപ്പൊ ശരിക്ക് മുന്നേ ഈ റോഡ് ഉണ്ടായ ടൈമില് എനിക്ക് ഇത് ട്രോമയായിരുന്നു. ഏത് ടോള് പാസ് ചെയ്യാന്ന് പറഞ്ഞത് 130 വെച്ചിട്ട്. പിന്നെ ഈ അടുത്താണ് ഞാൻ അറിഞ്ഞത് 350 ഉറുപ്പ്യ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് 20 കിലോമീറ്റർ റേഡിയസിലിട്ടുള്ള ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് 350 ഉറുപ്പ്യ ഒരു മാസത്തിൽ കൊടുത്താൽ മതി. എത്രയും എൻട്രി എക്സിറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. അത് സംഭവം അത് വന്നപ്പോ എനിക്ക് ടോള് പാസ് ചെയ്യുമ്പോ ഒരു വല്ലാത്തൊരു ഇതാണ്. കിട്ടുമോ? അല്ലെങ്കിൽ ഞാൻ ലോകേഷ് അണ്ണന്റെ ഒരു വലിയൊരു ഫാനാണ്. അതുകൊണ്ടാണ് നമ്മള് പെട്ടെന്ന് തന്നെ പോയിട്ട്. ഇവർക്ക് അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞ റിവ്യൂ ഒക്കെ കണ്ടപ്പോ ഞാൻ അപ്പൊ ഓടി. എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഈ വെടി ഇടിപ്പൊക്കെ എനിക്ക് വലിയ താല്പര്യമില്ലാത്ത. റൊമാൻസ് മാത്രല്ല, ഫൺ കോമഡി ഒക്കെ. ചില ത്രില്ലർ ഞാൻ കാണുകയാണെങ്കിൽ തന്നെ ഞാൻ മറിയൂന് എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൽ എന്തോ ഒരു പ്രേമ സീനും കൂടി ഉണ്ട് തോന്നുന്നു. ഞാൻ ക്രിഞ്ചാന്ന് വിചാരിക്കടാ. അതന്നെ, ഈ ക്രിഞ്ച് പോലത്തെ സംഭവങ്ങളാണ് എനിക്കിഷ്ടം. മറിയൂന്റെ വൈബ് അതുണ്ടെങ്കിൽ ഓൾക്ക് ഓക്കെ. അല്ലല്ല, അങ്ങനല്ല. ഇന്നലെ വൈകുന്നേരം അല്ല, ഇന്നലെ എത്ര മണിന്റെ ഷോ? 9 മണിയുടെ ഷോയ്ക്കാണ് ഞങ്ങൾ ഇന്നലെ രാത്രി പോയത്. അത് നല്ല അടിപൊളി വൈബിലായിരുന്നു കണ്ടത്. ഇവിടുത്തെ ഓൾഡസ്റ്റ് തിയേറ്റർ അല്ലേ രാധയില്, അവിടുന്ന് നല്ല അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കിട്ടില്ല പടത്തിൽ അങ്ങ് ലയിച്ചു പോയി. അത്രയും സമയം സത്യല്ലേ? ഇവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ആ മ്യൂസിക് ഇതൊക്കെ ഉണ്ട്. സത്യത്തിൽ എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ലല്ലോ. എനിക്ക് നല്ല ഇഷ്ടമായി പടം. അല്ല, ഈ വെട്ടും ചോരയും ഇതും അതെനിക്ക് പിന്നെ അത്ര സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ആർട്ടല്ലേ, എടുത്താ മതി. ഓക്കെ, വയലൻസ് ആണല്ലോ. അതുകൊണ്ട് കുറച്ച് മാസ സാധനങ്ങളൊക്കെ ആയിക്കോട്ടെ. ശരി, പടം കിടിലൻ പടം, അടിപൊളി. എല്ലാരും പോയി തിയേറ്ററിൽ പോയി കണ്ടാൽ അടിപൊളിയായിരിക്കും. ആ സൗണ്ടും ഇതൊക്കെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ ഡോൾബിയില് അല്ലേ? ഡോൾബി അറ്റ്മോസില് നമ്മള് പോയത് അറ്റ്മോസല്ലേ അല്ലായിരുന്നു. നോക്കി, പക്ഷെ കിട്ടിയില്ല. എന്നിട്ടും നമ്മള് 3ാമത്തെ റോയിൽ ഇരുന്നിട്ടാ കണ്ടത്. ഇന്നലെ തന്നെ കാണുന്ന ഒരു മൂഡ്. ഇങ്ങനെ കഴുത്ത് ഇങ്ങനെ നോക്കണം, എന്നാലാണ് ഫുൾ സ്ക്രീൻ നമുക്ക് അതിലിപ്പോ 2-3 ആൾക്കാർ ഫ്രെയിമിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരാളെ നോക്കിയിട്ട് അവിടെ കൂടുതലുള്ള ആൾക്കാർ ഇങ്ങനെ വേണം ഇങ്ങനെ നോക്കി. അതെ, ഒരു സെക്കൻഡ് പോലും ആ പടത്തിൽ നിന്ന് കണ്ടെടുക്കാൻ തോന്നൂല. കാരണം അത്ര എൻഗേജിങ് ആണ് അല്ലേ? അതെ. അപ്പൊ നമ്മളെ മാഫിയ കിങ് എവിടെ? അപ്പൊ നമ്മളിന്ന് എന്താ പറയാ, വൈകുന്നേരം നമ്മള് സ്ഥിരം ഇറങ്ങുന്നതാണ് നമ്മളല്ലേ. എന്തേ സാവുലിന്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് വീഡിയോ ഒക്കെ ഒന്നിട്ട് ഏതാണ് അതൊന്ന് പറഞ്ഞു. നമ്മളൊന്ന് വേറെ ആളെ പരിചയപ്പെടാൻ പോണേ. കല്ലായി സക്കരിയ. ഓക്കെ, സാവുലിന്റെ കാര്യമൊക്കെ വിടാം. നമുക്ക് ഇന്ന് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് നമ്മളെ വൈകിട്ട് എന്താ പരിപാടിയിൽ ജോയിൻ ചെയ്യുന്നുണ്ട് അല്ലേ?
കല്ലായി സെക്രട്ടറി അവൻ കുറെ കാലമായിട്ട് പറയുന്നതാണ്. പിന്നെ ഞാൻ മൂപ്പരെ വീഡിയോസ് ഇപ്പം കാണിച്ചു തന്നപ്പോ ഞാൻ പിന്നെ കുറെ മൂപ്പരെ കണ്ട്. പിന്നെ മറ്റേ സ്കിറ്റ് ഉണ്ടായിരുന്നില്ല എന്തായിരുന്നു, കാലിക്കറ്റ് V4 അതിലെ സംഭവങ്ങൾ നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തിരുന്നത്. അപ്പൊ അതിന്റെ മൂപ്പര് അതാണെന്നൊക്കെ പറയാം. എന്താ കാര്യം എന്നൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം അല്ലെ. എന്താണ് മൂപ്പരെ പറ്റി പറയാനാണെങ്കിൽ എന്താണ് എനിക്ക് ഉള്ളത് പറയോ. എനിക്ക് ആരാന്ന് ബിൽഡപ്പ് കുറെ കാലമായിട്ട് എനിക്ക് ആരാന്ന് പോലും അറിയില്ല. ഞാൻ ഇന്ന് രാവിലെ റാശി പറഞ്ഞിട്ട് കേട്ട് കല്ലായി സെക്കറി. അപ്പൊ ഞാൻ കല്ലായി സെക്കറിയെ റാശി പറഞ്ഞല്ലോ, റാശിക്ക് അറിയാന്ന് പറഞ്ഞു ആരാന്ന്. അപ്പൊ ഇവരും പറഞ്ഞു അപ്പൊ കേൾക്കുന്നു നമുക്ക് ആളെ പോയി പരിചയപ്പെടാം. കല്ലായിലുണ്ടെന്ന് പറഞ്ഞിട്ട് ആള് വിളിച്ചതിനെ കിട്ടിയപ്പോ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെ ഒരാളും കൂടി വരാണ്ടിട്ടാ, അതിനാണ് വെയിറ്റ് ചെയ്യുന്നത്. ഓൻ എന്താണ് ഇവിടെ ഇപ്പൊ വരും. അപ്പൊ ഇതാ നമ്മുടെ മാഫിയ ഗ്യാങ്ങിലുള്ള ആളാട്ടോ അല്ലെ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഭയം ഉണ്ട് കേട്ടോ. കാരണം ഞാനൊരു വലിയ മാഫിയ ടീമിനായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. പറയാനും സമ്മതിക്കില്ല. എന്തായാലും നമ്മള് അവിടേക്ക് പോവാ ഇല്ലേ. എനിക്ക് എന്താണ് മൂപ്പരെ പറ്റി പറയാനുള്ളത്? അടിപൊളിയാണ്. എന്തായാലും നേരിട്ട് കാണാലോ. നേരിട്ട് കാണാം. എന്താ ഇത്രയും വലിയ സംഭവം എന്നുള്ളത് എനിക്ക് എന്തായാലും ബിൽഡപ്പ് എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഭയങ്കര സംഭവം കാണാൻ പോകുന്നത് നോക്കാം. ഡിസിയുടെ റിവ്യൂ പറഞ്ഞ് ഇനി നിങ്ങളെ പറയും. ഇതെന്താ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നേ. മനസ്സിലായേ ഇല്ല. പക്ഷെ എനിക്ക് മനസ്സിലായിട്ട് അങ്ങനെ ഉണ്ടാക്കരുതില്ലേ. എനിക്ക് മനസ്സിലായില്ല. അഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൂട്ടത്തിൽ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല മറ്റെന്താ പറയാ, കണ്ടാൽ മാന്യനെന്ന് തെറ്റിദ്ധരിക്കുന്നവൻ എന്ന് പറയില്ലേ, അതുപോലെ. പക്ഷെ സത്യം പറയട്ടെ, പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞാലും ചെക്കൻ അടിപൊളി കേട്ടോ. ഞാൻ പറഞ്ഞത് എന്റെ ജീവിതത്തിൽ ഈ അടുത്ത കാലത്തൊക്കെ ഉള്ള ആൾക്കാര് പ്യുവർ ആയിട്ടുള്ള ഒരു തങ്കം ഓനുണ്ടെങ്കിൽ ഓനാണ്. തങ്കമേ തങ്കമേ ഇതിപ്പോ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വേറെ ആളെ കാണിച്ചിട്ട് പറയില്ല ഓനാ തങ്കന്ന്. ആ മുഖത്ത് നോക്കിട്ട് തങ്കം അല്ലാണ്ട് എന്താ വിളിക്കാൻ പറ്റും ഷാവില? എനിക്ക് എന്റെ വക ചായ കിട്ടിയാലോ, അതാണ് വെറുതെ. ചായ അല്ലാണ്ട കാറടക്കം പോവുമ്പോ കല്ലായിൽ ആണോ? കാറടക്കം വാച്ച്, പേഴ്സ്, മോതിരം, ഫ്ലെക്സ് ഒക്കെ ഊരി വെച്ചോ. ട്രൗസറൊക്കെ ഒന്ന് കീറിയിട്ട് ഇറങ്ങിയാ മതിയോ? മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട സാധനം മൂപ്പര്. അതെന്താ ഇഷ്ടപ്പെട്ടു എടുക്കുന്നു ഗോപാലൻ. സാവുലിന് അതായത് എപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു സഭയിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പിന്നെ പുഷപ്പിന്റെ മത്സരം വെച്ചാണ്. ഞാൻ ആദ്യമൊക്കെ അത് കേട്ടപ്പോ എനിക്ക് കുഴപ്പമില്ല തോന്നുന്നു. അതായത് പുഷപ്പിന് ഒരു സ്ഥാനവും ഇല്ലാത്തൊരു സഭയിലായിരിക്കും അത് പറയണേന്നുള്ളതാണ് കേട്ടോ അതിന്റെ ഒരു വ്യത്യാസം. രണ്ടാമത്തെ പ്രാവശ്യം നമ്മള് ഫ്രണ്ട്സ് എല്ലാരും കൂടിയപ്പോഴും ഇവന് ഈ പുഷപ്പിന്റെ കഥ പറയുന്നത്. പിന്നെയും പുഷപ്പ്. പിന്നെ എനിക്ക് കാര്യം മനസ്സിലായി, ഇവന് മറ്റെന്താ പറയാ കുറെ ഇതായി നിന്നാൽ ഇവന്റെ ഒരു എൻജോയ്മെന്റ് സാധനം പുഷപ്പാന്നുള്ളത്. എന്താ സാവില്ല അതിന്റെ ഒരു ഇതെന്താണ്? ഏതോ വികാരം എനർജറ്റിക് ആവാൻ വേണ്ടിട്ടുള്ളതാണ്, ഫുൾ ഓൺ ആവാൻ വേണ്ടിട്ടുള്ള. പുഷപ്പ് മത്സരം എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഗെയിം കളിക്കാന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാല് ഇവർക്ക് പുഷപ്പ് മത്സരം. പുഷപ്പ് വെച്ചിട്ട് തോപ്പിക്കണം അവനെ. പേടിക്കണ്ട, ഇന്ന് ഞാൻ പേയ്മെന്റ് ചെയ്തോളാം അവന്റെ കാർഡിൽ കേട്ടോ. എന്താ നിന്റെ പ്രശ്നം? ഇത് ഊരാണ്ട് കേറാൻ പറ്റില്ല. ഇവിടെ വലിയ പ്രശ്നം അത് ഊരാണ്ട് കേറാൻ പറ്റില്ല. അല്ല ഇതല്ല വണ്ടി കേറുന്നതിലൊക്കെ പൈസ കൊടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കൊടുത്തോളാം. അവന്റെ കാര്യം ഞാൻ കൊടുത്തോളാം. പൈസ ഒന്ന് കൊടുത്തോടോ. ചേട്ടൻ എന്ന് ചെയ്തോണ്ടിരിക്കല്ലേ. എന്തൊക്കെയാണ് ഒരു മാനേഴ്സ് ഇല്ലേ നിങ്ങൾക്ക് ആർക്കും? ചന്തയിലാണോ നിങ്ങള്? മറ്റേ സ്കൂളിൽ നിന്നൊക്കെ ചോദിക്കുന്ന പോലെ ചന്തയാണോ ഇത്? ഞാൻ 3 ദിവസങ്ങളൊപ്പം നടന്നിട്ടുണ്ടല്ലോ, ഉളുപ്പില്ലാണ്ടാവും. പിന്നെ പിടിച്ചാൽ ഞങ്ങള് കുറച്ച് നല്ല ആൾക്കാരാട്ടോ.
വേറെന്തോ പരിപാടി വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാം. ആൾക്കാര് മഴ ചെയ്തിട്ട് കേറിക്കുന്ന എന്തെടാ ഞാൻ വിചാരിച്ചു അല്ല ഓണപരിപാടി ആയിരിക്കുന്നത്. ഓണപരിപാടിയോ? ആ ഓണപരിപാടിയാണ് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാന്ന് വിചാരിച്ചു. അത് വലിയ പ്രശ്നം. എല്ലാരും കൂടെ കൂടിയാട്ടാണ്. എന്താട്ടോ കൂടി നിക്കണില്ല ആൾക്കാർ. കൂടിയാട്ടം എന്ന് പറഞ്ഞാൽ അതല്ല. പിന്നെന്താ? കേരളത്തിന്റെ ഔദ്യോഗിക കലയാണ് കൂടിയാട്ടം. കൂടിയാട്ടോ എന്താ എന്ത് പറയാനുണ്ടോ? ഞാൻ വെറുതെ പറഞ്ഞാട്ടോ ഗൈസ്. കല്ലായി കല്ലായി ഒന്നുമില്ല, വെറുതെ കാക്കൊക്കെ സെക്യൂരിറ്റി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ. അസ്സലാമലൈക്കും. എന്താണ് നിങ്ങളെ പറ്റി എപ്പോഴും പറയും ഷാവുല്. പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവരണം കേട്ടോ. അങ്ങനെ നിങ്ങളെ ഭയങ്കര ഫ്രണ്ടാണ്, നിങ്ങള് ഭയങ്കര അടിപൊളിയാണെന്നാണ് ഷാവുൽ എപ്പോഴും പറയുന്നത്. അതുകൊണ്ട് കുറച്ചിട്ട് മാത്രം അല്ല ചായ അടിക്കാൻ പോവാ. എവിടെ പോണ്ടിയെ? ചായ കുടിക്കാനോ? ആ ചായ കിട്ടുന്നോട് തന്നെ ആയിക്കോട്ടെ. അതന്നെ എവിടാണ്? എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ? ഇല്ല അങ്ങനൊന്നുമില്ല. കുടുംബക്കാരെ അവിടെ മൂപ്പര ചായ അടിക്കാൻ കൊണ്ടുപോയത്. അതാണ് മൂപ്പര പണി. മൂപ്പര എന്താക്കി വേറെ സ്ഥലത്ത് നമ്മളെ കൊണ്ടി. അതെ, അല്ലാ. കുറ്റിച്ചറ തറവാട് അല്ലേ? എല്ലാവർക്കും വണ്ടിയിലിരിക്കണം. നമ്മൾ പുറത്ത് ചൂടാണ്. വിളിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു പണി. സത്യത്തില് അങ്ങോട്ട് പോയിട്ട് ചോദിച്ചിട്ടുണ്ട്. റോഷൻ ഒരു പ്രശ്നമില്ലല്ലോ, ബീച്ചിലേക്ക് വിളിച്ചാ പോലെ ഓടി നമുക്ക് അവിടുന്ന് എനിക്ക് എന്താ ചെയ്യാ, ഒരാള് ഇതിന്റെ ഉള്ളിൽ കൊണ്ട് ഇതായി പോയില്ലേ, കുടുങ്ങി പോലെ. എന്റെ ഉള്ളിൽ ഇൻട്രോവേർട്ട് ഉണർന്നു. ഞാൻ എന്നെ എന്ത് ചെയ്യും? എത്ര കൊല്ലത്തിന് വഴക്കുണ്ടോ ഇതിന്? ഇതെല്ലാം പറയാൻ പറ്റില്ല. 100ന്റെ പുറത്തുണ്ട്. ഇത് നിങ്ങളെ തറവാടാണ്? അല്ല, നിങ്ങളത് വേറെയാണ്. അപ്പൊ ആള് താമസം ഇപ്പോഴും ഉണ്ട്? ആൾ താമസം എന്ന് പറഞ്ഞാൽ ആദ്യം എന്ന് പറഞ്ഞാൽ 10-50-70 ആളെല്ലാം ഉള്ള വീട്. അതെ അതെ, കൊറേ റൂമും ഉണ്ടാവൂലേ? ആ റൂമുണ്ട്. ഇപ്പം വേറെ വേറെ ആയി. ഇവിടത്തെ കൊറേ ആൾക്കാരുണ്ട്. ഹായ്, ഇതാണ് കല്യാണ പെണ്ണല്ലേ? ഇതെന്താ പരിപാടി? അടിക്കുത്തോ? അല്ല, നമ്മളിങ്ങനെ വരുമ്പോഴേ വണ്ടിയിൽ മൂപ്പരിങ്ങനെ പറയുന്നുണ്ട്, മറ്റേ എന്തായിരുന്നു നമ്മള് അടിക്കുത്ത് എന്ന് പറയുമ്പോ അനിരുദ്ധിന്റെ പാട്ടാണോ എന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയാണ് നിങ്ങൾ പറഞ്ഞത് അരിക്കുത്താണെന്ന് പറഞ്ഞത്. ഇതെന്താ പരിപാടി തുടങ്ങണില്ല? അരിക്കുത്താൻ അല്ല, ഇവരെന്നെ വിചാരിക്കണ്ടാവും ഏതവന്മാരാണ് 3-4 കയറി വരുന്നതെന്നുള്ളത്. അറിയാതെ ചായ കുടിക്കാൻ പോയപ്പോ ഒന്ന് കയറ്റി കൊണ്ടുവന്നാട്ടെ ഉപ്പര്. അല്ല, നമ്മള് ചായ മേടിക്കാന്ന് പറഞ്ഞിട്ട് നമ്മള് മൂപ്പര് ഒന്നിച്ചു പോയി നമ്മള് ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മൂപ്പര് ഞാൻ പറഞ്ഞില്ല കണ്ടറിയാന്ന്. ഇപ്പൊ എന്തായി? അല്ലല്ല, അതില് വേറൊരു കാര്യം എന്താ അറിയോ? ഷാവുലിന് പിന്നെ ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. വിളിക്കാത്ത സ്ഥലത്ത് പോണതും ഇങ്ങനെ വിളിക്കാത്ത സ്ഥലത്ത് പോയി ചായ അടിക്കണതും. വെറുതെ ഷാവിനെ പറ്റി അപവാദങ്ങൾ. ഷാവുല നോക്ക്, അങ്ങനെ പോണ ആളല്ലല്ലോ ഈ. ഷാവുല് മുഖത്ത് നോക്കി പറയില്ല. അതെ, ഈ കെട്ടണം എന്നുള്ളത് ഒരു അംബീഷ്യസ് ആയി കൊണ്ടു നടക്കുന്ന ഒരാളെ കൂട്ടത്തില് ഒരാളാണ് നമ്മുടെ ഷാവുല്. അത് ശരിയാണ്. സലീക്കിനല്ലേ? സലീക്കിന് അതുണ്ട്. ഞങ്ങളൊരു വീഡിയോയില് പറഞ്ഞ് അടുത്തതിലേ ഇത് സെറ്റായി കഴിഞ്ഞ് ഏകദേശം അത് കല്യാണം കഴിഞ്ഞ് ഏകദേശം സെറ്റായ ടൈമിലാണ് നമ്മളോട് പറഞ്ഞേ. അതെ, ഷാവുലിനെ പറ്റി നല്ല കുട്ടികളുണ്ട്. ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങള് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിട്ട് നടക്കുന്ന ഒരു നല്ലൊരു സ്നേഹിക്കാൻ മനസ്സുള്ള ഒരാളെ വേണമെന്നുണ്ടെങ്കിൽ അല്ലേ, അവരെല്ലാരും മെസ്സേജ് അയക്കാം. പറഞ്ഞു അല്ലേ? കുറ്റിച്ചിറ ഇവനും കുറ്റിച്ചിറല്ലായിരുന്നു? അയ്യോ, കാരപ്പുറം. ഓക്കെ, ഇതൊക്കെ കണ്ടില്ലേ? ഈ വീടുകളൊക്കെ പഴയ ആ വീടുകൾ അല്ലേ? ആ പഴയ രീതിയിലല്ലേ. ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ 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 ഇവിടെയൊക്കെ ഇങ്ങനെ കേറി വരുമ്പോഴൊക്കെ വലിയ കൊലായി കേട്ടോ. എന്താ
എനിക്ക് അതിനെ പറ്റി വിദ്യാഭ്യാസം ഇല്ലല്ലോ. അതിനെ വെറുതെ എടുത്തിട്ട് എന്താ, ഞാൻ എന്തെങ്കിലും ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ട് കാര്യമില്ല. തളരൂല നമ്മളല്ലേ, ആര് തളർത്തിയാലും തളരൂല. ഇതേമാതിരി ഓരോ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കും. അത് ഓരോ അതൊരു ഇൻസ്പിറേഷൻ ആണ് ജീവിക്കാനുള്ളത്. ഇതിന്റെ ഏറ്റവും വലിയ വിജയം നിങ്ങളെല്ലാം തരാൻ അതല്ല ഇൻസ്പിറേഷൻ അതിന് പ്രചോദനം ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കും. എനിക്കും പ്രചോദനം തന്നെ, ഒന്നല്ലെങ്കിൽ ഒന്നല്ലേ. ഈ കള്ള നമുക്ക് ഷാവുല് പറയാണ് ആക്റ്റീവാണ് ചേട്ടാ പൊരയില് അറിയാതെ ഇതുവരെ ആദ്യമായിട്ട് പരിചയപ്പെട്ട മൂപ്പര് ഇതിലൂടെ ഒരു കല്യാണപ്പരയിൽ വന്ന് പെടുന്നു. അവിടുന്ന് വേറൊരു സ്ഥലത്ത് വന്നിരുന്നു. നമ്മൾ ചായക്ക് വേണ്ടി കുറച്ചു നേരം ഇരുന്നു. എക്സ്പീരിയൻസ് നല്ല കാക്കല്ല, സത്യം പറഞ്ഞിട്ടോ കുട്ടി, സത്യം പറഞ്ഞു. കട്ട്ലേറ്റ് എന്തൊക്കെ ചട്ടുപ്പത്തിനും ഒക്കെ ഉണ്ടല്ലോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വിളിക്കാതെ ഏതോ സ്ഥലത്ത് എത്തിപ്പെട്ട് കവറിലും എടുത്തിട്ടുണ്ട്. പടച്ചോനെ, ഇന്നത്തെ ഡേ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാല് പരിചയപ്പെടലായി പോയി പെട്ട്. അങ്ങനെതാ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ഈവനിങ് ആയിരുന്നു ഇന്നത്തെ ഈവനിങ്. മൂപ്പര ആ ഒരു ഹോസ്പിറ്റാലിറ്റി കാണിച്ചു അല്ലേ, നമ്മളെ വെൽക്കം ചെയ്ത് ഫാമിലിയിലൊക്കെ കൊണ്ടുപോയി. പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോണ കാര്യമാണല്ലോ. കൂടുതൽ ഇവൻ ഇംഗ്ലീഷിൽ കളിയാക്കണ ആ അത് വായിക്കാതെ ഹോട്ടലിൽ നിന്ന് വായിക്കാൻ അറിയാത്തവനാണ്. ഇപ്പോഴും എനിക്ക് 10ാം ക്ലാസ്സിലെ പോയെന്ന് ചോദിച്ചാലേ അറിയില്ല. നീ പഠിക്കാത്ത എനിക്ക് അറിയൂ. റോഡ് വെന്റ് അപ്പീൽ for month to night my friend but is there for the night resting place. ഓനിക്കൊന്നും ഒരു പേപ്പർ അറിയില്ല. നമ്മളാണ് വിദ്യാഭ്യാസത്തിന്റെ പറയുന്നത്. ഹോട്ടലില് ഇതുപോലും വായിക്കാൻ അറിയാത്തവനാണ്. ബ്രസീലിലുള്ള വായിച്ചെന്തേലും പാച്ചിയോ പാച്ചി ഹോട്ടല് എന്താണ് അല്ല, മറ്റേ സെക്യൂരിറ്റി കാക്കോട് പോയി ബ്ലോക്ക് മാറ്റാൻ പോയാളാ. ബ്ലോക്കല്ല, വണ്ടി പാർക്ക് ചെയ്യാൻ പോയതാ. നമ്മളിപ്പോ അതും കഴിഞ്ഞ് കൊറേ കിട്ടു പോകുന്നു. എടോ എവിടെ എന്റെ മറ്റേ കാക്ക അവിടെ വണ്ടി എടുത്താൻ വേണ്ടി പോയതല്ല. ചളിയാണല്ലോ, ഇറങ്ങാൻ പറ്റില്ലല്ലോ. അല്ലോ, ഞാൻ അപ്പളേ പറഞ്ഞത് അവിടെ ഇറങ്ങിയാ നടക്കൂല പരിപാടി. പ്രോബ്ലമാറ്റിക് ആയോ? കാരണം നമ്മള് മൂപ്പരെ ഇപ്പം വരും വിചാരിച്ച അവിടെ സ്ഥലം ഇങ്ങനെ പിടിച്ചു ആർക്കും കൊടുക്കാനല്ലേ സ്ഥലം ഇങ്ങനെ ആരും നിർത്താൻ നമ്മള് ഈ റോഡിലുള്ളതാ, ഷെഫ് പിള്ളേരുടെ ഒക്കെ ആ റോഡില്. പഴയ നമ്മളെ പാർക്ക്. ഈ പാർക്കില് നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ പറയണേ. ഇതിന്റെ അവസ്ഥ ഇപ്പൊ ഭയങ്കര പരിതാപകരമാണ്. കോഴിക്കോട് ബീച്ചിൽ ആൾക്കാരെ കൂട്ടിത്തരാന്ന് പറഞ്ഞിട്ട് പോകുന്ന പോക്കാട്ടോ ഈ കാണുന്നത്. ഒറ്റടിച്ചിട്ട് മിനിറ്റ് കൊണ്ട് ആളെ കൂട്ടണം എന്ന് വിചാരിച്ചാൽ കഴിയും. ആർക്കും ചാൻസ് കിട്ടോ? ആയിയെ ഭായ് സാബ്, ആയിയെ देखिए, देखने का पैसा नहीं है भाई साहब. देखिए, ഹോങ്കോങ്ങിൽ മാത്രം പ്രിന്റ് ചെയ്ത അതിമനോഹരമായ ഗ്ലാസ് ആണ് ഇത്. ഇതിൽ വെറും ഇതാ ചാൻസ് ഇങ്ങക്കും. ഇതാ ഇവിടെ നിന്നിട്ട് ആ ഗ്ലാസ്സിലേക്ക് ഇടണം. എന്താ സമ്മാനം എന്നുള്ള പറയില്ല. ചാൻസ് ഇല്ല. അതിപ്പോ പറയില്ല. പൈസ ഒന്നും പറയില്ല. ഇവിടെ ഇടാ, ആർക്കും വേണമെങ്കിൽ ഇടാ. അറിയില്ല. ചാൻസ് വേണം, വീണാ പൈസ വെറുതെ ഇട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ ഇട്ടാലല്ലേ തരുള്ളൂ. പറഞ്ഞോളൂ ആർക്കൂടാ. മിനിറ്റ് വെച്ച ആളെ കൂട്ടല് ഏത് ആയി തരില്ല. എന്താ തരാന്നുള്ളത് പറയില്ല കേട്ടോ. ആർക്കൂടാ ചാൻസ്. വരാ, ഇതാണ് ചാൻസ്. ആർക്കൂടാ. ആയിയെ പൈസ, ആയിയെ देखिए, देखने का पैसा ഇത് പോരി ആളെ കൂട്ടി മിനിറ്റ് വെച്ചിട്ട് എങ്ങനെയുണ്ട്? ഇതുള്ള സിമ്പിൾ ആളെ കൂട്ടൽ കണ്ട. ഒരു ചാൻസ്. രണ്ടാമത്തെ ഇല്ല ആർക്കും നിൽക്കാം. ഒറ്റ ചാൻസ് ഉള്ളു. ഇത്രയുള്ള ആളെ കൂട്ടാൻ പണി കണ്ട. ആളെ കൂട്ടൽ ഇതാണ്. നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ ഇടാം.
നിങ്ങൾ വിചാരിക്കാത്തതായിരിക്കും. ആരും നിങ്ങളതിൽ ജയിച്ചില്ല. പിന്നെ അല്ല പിന്നെ ഇതാ മോള് വരുന്നുണ്ട് ഇട്ടോ ഇട്ടോ ആ കറക്റ്റ് ഇട്ടോളൂ ഇട്ടോ. പോയി ആർക്കൂടാ നമ്മളെന്നെ വിചാരിച്ചിട്ട് തള്ളി അല്ല നിങ്ങൾക്ക് ചാൻസ് തരല്ലേ, നമ്മൾ സമ്മാനം കൊടുക്കുന്ന ആൾക്കാരല്ലേ. ഇത്രയുള്ള ആളെ കൂട്ടല് സിമ്പിൾ പരിപാടിയാണ്. ആളെ കൂട്ട ഇതാ സമ്മാനത്തിന് ഇതുള്ളൂ, ഇത്രേ ഉള്ളൂ സംഭവം. കറക്റ്റ് ഇട്ടോ മോനോ. പോയടാ പോയി ആ ആർക്കൂടാ ചാൻസ് ആണ്. പോയി മോനെ വരും മക്കളെ വരെ പറയില്ല. സമ്മാനങ്ങൾ വാങ്ങാം എന്താന്നുള്ളത് പറയില്ല. ആയിസാറില്ല നിന്നോട്ടെ. ഇവിടെ നിന്ന് നിന്നോട്ടെ. ആ പോയി അടുത്ത ആളും വരും കേട്ടോ. അടുത്ത ആളും പോരി ആർക്കൂടാ. ഇത്തരമുള്ള ആളെ കൂട്ടല് ഇതാണ് ആളെ കൂട്ടല്. സിമ്പിൾ മനസ്സിലായില്ലേ? ഇത്തരമുള്ള പ്രശ്നങ്ങൾ കോഴിക്കോട്ടുകാർ വിവരമില്ല എന്നുള്ള മനസ്സിലാക്കിക്കോളി. ആളെ കൂട്ടൽ വിചാരിച്ച ആളെ കൂട്ടൽ അടുത്താക്കും ചാൻസ് കിട്ടോ. ഇതാണ് സമ്മാനം എന്ന് കേട്ടാൽ അപ്പം വരും ആൾക്കാർ. എന്താ സമ്മാനം എന്നറിയില്ല ആയിരിക്കും പറയാം. ഇതിപ്പോ നിങ്ങളോട് പറഞ്ഞതാണ് ഞാൻ ആളെ കൂട്ടുന്നു. ഇതുള്ള ആളെ കൂട്ടല എല്ലാരും പങ്കെടുക്കുന്നുണ്ട്. ആർക്കൂട്ടാ ഇപ്പൊ എത്രാമത്താ? ബാ മോനെ ഒന്നിട്ടോ ബാ വെറുതെ ഒന്നിട്ടോ വീണാ സമ്മാനാണ് വരി ബാ മോനെ. ഇത് സിമ്പിളാണ്ട് ക്ലാസ്സിലേക്ക് ഒന്ന് ഇട്ടാ മതി കേട്ടോ. വീണ സമ്മാനം കിട്ടുക. അതാ ഒരു ചാൻസ് ഇടുന്നില്ല ഇതാ എല്ലാരും ബാ മോളെ ബാ चांस इधर അതിമനോഹരമായ ആയിയെ ഭായ് സാബ് ആയിയെ देखिए देखने का पैसा नहीं है देखिए ഹോങ്കോങ്ങിൽ മാത്രം പ്രിന്റ് ചെയ്ത അതിമനോഹരമായ ഇതാണിത്. മൂപ്പരാതായിട്ട് പോയില്ല, നമ്മളെ സ്വന്തം ആളാ. നല്ല ശ്രമിക്കും, അതെല്ലാം നമുക്കറിയാം. നമ്മൾ കോഴിക്കോട്ടുകാരാണ്, എല്ലാം മൂപ്പർക്കറിയാം. ഒരു ശ്രമല്ലേ നടക്കട്ടെ. അതെല്ലാം കൊടുക്കും അതിമനോഹരമായ, അതെല്ലാം ഉഷാറായിട്ട് കൊടുക്കും. നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോളി. ഒന്നുമില്ല, അതെന്താന്ന് പറഞ്ഞാ പോയി. അതൊന്നല്ല, എല്ലാം ഉഷാറായിട്ട് തരും. അതില്ല ഇങ്ങക്ക് ഇട്ട് കഴിഞ്ഞാലേ തരുള്ളൂ. അതെന്താന്നുള്ളത് പറയില്ല. അതാണ് സർപ്രൈസ്, അതാണ് ടെസ്റ്റ് ചെയ്തോളൂ. സിമ്പിൾ പരിപാടി കേട്ടോ. ഇത്രയും മനോഹരം ഇട്ടോളി. ഇതെല്ലാം നമ്മളെ കാര്യപ്പെട്ട ആൾക്കാരാണ്. ധൈര്യമായിട്ട് ഇട്ടോളി. വീണ അപ്പ സമ്മാനം. അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല. ഒരു ചാൻസും കൂടി തരാം. നിങ്ങൾ ഇട്ടോളി. പോയി എന്നാ പോവാ. ഇതുള്ള ആളെ കൂട്ടൽ പോവാ അടുത്ത പോട്ടോ. പറഞ്ഞു ചെയ്തിട്ടാ പോരാ. ഇതുള്ളൂ, സിമ്പിളാണ്. ആളെ കൂട്ടാൻ പ്രത്യേകിച്ച് കൈവൊന്നും വേണ്ട. ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഐഡിയകൾ കൊണ്ട് ആളെ കൂട്ടാം. എങ്ങനെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ആളെ കൂട്ടല് പ്രതീക്ഷിച്ചില്ല. ഇതുള്ള ആളെ കൂട്ടൽ പോരാ. ചെറുതായിട്ട് ഫോണൊന്ന് ഓഫായി പോയി. കറക്റ്റ് ടൈമിൽ ഓഫായത്. ഇന്നത്തെ ദിവസം ഫുൾ ഓൺ സർപ്രൈസ് ആയിരുന്നു. താങ്ക് യു അടിപൊളി. ഇവര് പറഞ്ഞപ്പോ നിങ്ങളെ അത്ര കണ്ട് മനസ്സിലായില്ലേ? കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ പിടി കിട്ടിയത്. അതെ, മൂപ്പര് ആളെ കൂട്ടിത്തരാതെ ഒറ്റ പോക്ക് നമ്മള് വിചാരിക്കുന്നത് എന്താ സംഭവിക്കാൻ പോണെന്ന്. പിന്നെ അങ്ങോട്ട് സെറ്റായി, മനസ്സിലായി എന്താണ് മൂഡ് എന്നുള്ളത് അല്ലെ. അവിടെ ഇരുന്ന ആൾക്കാരൊക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ നമുക്ക് ഇനി നല്ലൊരു പരിപാടി പിടിക്കണം. ജനങ്ങനെ ആലോചിക്ക് സെറ്റ്. ഇപ്പോഴാണ് എനിക്ക് റേഞ്ച് മനസ്സിലായത്. നമുക്കൊരു സാധനം അടിപൊളിയായിട്ട് ചെയ്യണം. ഓക്കെ, എന്തായാലും ചെയ്യാം. അതെ, അപ്പൊ എല്ലാവർക്കും നന്ദി. ഹലോ, അപ്പൊ നമ്മളും നിർത്തുകയാണ്. അപ്പൊ ഇത്ര ഉള്ളൂ. അടുത്ത വീഡിയോയിൽ